ആദില പുറത്താകാനുള്ള കാരണം എന്താണ്? കൂടുതൽ ചാനൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. മിഡ് വീക്കിൽ കൂടെ ആദില പുറത്തായിരിക്കുകയാണ്. ആദില പുറത്താകാനുള്ള കാരണം എന്താണ്? വന്ന സമയത്ത് ടോപ്പ് 5-ൽ വരുമെന്ന് എല്ലാവരും ഉറപ്പിച്ചൊരു മത്സരാർത്ഥിയായിരുന്നു ആദില. എല്ലാവരോടും നല്ല രീതിയിലുള്ള പെരുമാറ്റവും ഒക്കെയായിരുന്നു വന്ന സമയത്ത് ആദില. 100 ഒതുങ്ങി കൂടുന്ന ഒരു ഇതായിരുന്നു. ആദിലയുടെ നിഴലായിരുന്നു 100 പലപ്പോഴായി. എന്നിരുന്നാലും ആദില നല്ല ഗെയിമറാണ് ആയിരുന്നു. പിന്നെ ആദില പോസിറ്റീവായിരുന്ന ആദില ഏറ്റവും ലാസ്റ്റ് ആയപ്പോൾ അത് എല്ലാം കളഞ്ഞു കളിച്ചു. മെയിനായിട്ട് അനീഷിനോടുള്ള ആ ഇത്, പിന്നെ ഒരു നിലപാടില്ലായ്മ, പറഞ്ഞ കാര്യത്തിൽ മാറ്റി പറയും. ഇപ്പം ആരെങ്കിലും ഇപ്പം അത് അനുമോളയോ അല്ല ഷാനവാസിനെയോ ലാലട്ടൻ ഒന്ന് വഴക്ക് പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും പുറത്ത് നെഗറ്റീവായിരിക്കും. എന്നാൽ പിന്നെ നേരെ തിരിയാം, അപ്പോൾ തന്നെ പ്ലേറ്റ് അതുവരെ കൂടെ ഉണ്ടായിരുന്നതാണ്. പിന്നെ കാലുവാരൽ, ചതി, ഇതെല്ലാം അതിലേക്ക് ഉണ്ടായിരുന്നു. ആദ്യത്തെ അതില നല്ല പോലെ മത്സരം കാഴ്ചവെച്ചു. പിന്നെ വന്ന പോലെ ലാസ്റ്റ് വന്ന സമയത്ത് അതെല്ലാം കളഞ്ഞു കുടിച്ചു എന്നാ എനിക്ക് പറയാനുള്ളത്. ആദിലയെ പലപ്പോഴും ജനങ്ങളുടെ മുന്നിലേക്ക് അനുമോടെ കൂടി എല്ലാ കാര്യങ്ങളും പറഞ്ഞ ആള് അനുമോള് പറഞ്ഞ കാര്യങ്ങൾ മാത്രം വളച്ചൊടിച്ച് ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആദില പുറത്തു പോകാൻ മെയിൻ കാരണം ശൈത്യമാണ്. ശൈത്യ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ആദിലയ്ക്ക് വലിയ കുഴപ്പമില്ലാതെ പോകുമായിരുന്നു. പക്ഷേ അതിലേക്ക് പുറത്ത് നെഗറ്റീവ് ഉണ്ടായിരുന്നു. ഇത്രയ്ക്കും കട്ട നെഗറ്റീവ് ആയിരുന്നു ശൈത്യം ഒറ്റ വ്യക്തിയാണ്. ശൈത്യം വന്ന് ഫസ്റ്റ് അതിലെ ഇത് ചെയ്തു, മോട്ടിവേഷൻ ചെയ്തു. അപ്പോൾ ആദില അനുമോൾക്കെതിരെ ചെയ്തു. അതുവരെ ഒരു കുഴപ്പമില്ലാതെ നടന്ന ആദിലെ ചെറിയ ചെറിയ സൗന്ദര്യപ്പണക്കം മാത്രമാണ്. ശൈത്യം വന്ന് ഉള്ള ഇതെല്ലാം കൂടെ ഒരു കട്ടപ്പ വേറൊരു കട്ടപ്പയ്ക്ക് കൊടുത്ത പോലെ അങ്ങോട്ട് ഇതെല്ലാം മനസ്സിൽ കൊടുത്തു. പിന്നെ ഷാനവാസിനോടുള്ള പെരുമാറ്റം, അനീഷിനോടുള്ള പെരുമാറ്റം ഒക്കെ ജനങ്ങൾ വെറുക്കാൻ കാരണമായി. ഇപ്പോൾ അവിടെ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വെറുക്കുന്ന ആദിലാനെയാണ്. അതിലെ പോകാൻ നേരത്തും അതിലെ പറയുന്നത് എടി പൊട്ടിക്കട്ടെ എന്നാണ്. അനുമോൾക്കെതിരെ എന്തോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, പൊട്ടിക്കട്ടെ പൊക്കട്ടെ. 100 അത് പറഞ്ഞു, അത് വേണ്ട എന്ന് തടഞ്ഞുകൊണ്ട് മാത്രമാണ് പറയുന്നത്. നല്ലൊരു ഗെയിമറായിരുന്നു, നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു. പക്ഷെ എന്നാന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കും. ഇപ്പം ഞാൻ വന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ കുറച്ച് നേരം നിൽക്കും, നിങ്ങൾ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ നിൽക്കും. ഇതാണ് ആദില 100. പക്ഷെ ഇതാകുന്ന ആദിലയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പുറത്തുനിന്ന് വന്ന് ഇറങ്ങിപ്പോയ മത്സരാർത്ഥികൾ ആദിലെ ആദ്യം ഇതാക്കി. പിന്നെ ഉള്ളത് അക്ബറയാണ്. അക്ബർക്കെതിരെയും കഴിഞ്ഞു, അക്ബറേയും മോട്ടിവേഷൻ ചെയ്തു അനുമോൾക്കെതിരെ. അത് അക്ബറുമായിട്ടുള്ള അവിടെ അക്ബർ കുറേ കാര്യങ്ങൾ അനുവിനോട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ അക്ബറുടെ കാര്യമില്ല, ആതിരയുടെ കാര്യം. എന്നിരുന്നാലും ആതിര ടോപ്പ് 5-ൽ വരേണ്ട ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു. എന്നിരുന്നാൽ ഇത് അവരുടെ ദേഷ്യവും അഹങ്കാരവും ഒക്കെ കൊണ്ട് അത്തരം സംഭവിച്ചു. ആതിര തന്നെയാണത് ഉത്തരവാദി, വേറെ ആരുമല്ല. ശൈത്യ എന്ന് കാല് കുത്തിയോ അപ്പോൾ ആതിര അവിടുന്ന് പുറത്തായി. ഒരു കട്ടപ്പ വേറൊരു കട്ടപ്പ. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനം നിങ്ങൾക്ക് ഇഷ്ടമായി വീട്ടിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു.